ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ദിവസം നമുക്ക് എപ്രകാരമായിരിക്കും എന്നൊരു അറിവുണ്ടായാൽ അത് എത്ര നന്നായിരിക്കും. വളരെ ഗുണകരമായിരിക്കില്ലേ? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കുന്ന ഒരു ദിവസം, അതായത് ഒരു കേസിന്റെ വിധി വരുന്ന ദിവസം, പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം, ഒരു കാര്യസാധ്യത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന ദിവസം, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും. ആ ദിവസത്തിലെ ഫലം മുൻകൂട്ടി മനസ്സിലാക്കിയാൽ അത് എത്രമാത്രം ഗുണകരമായിരിക്കുമെന്നറിയാമല്ലോ. ഇതിനായി നാം മാസികകളിലും പത്രത്തിലും ഓൺലൈനിലുമെല്ലാം വരുന്ന നിത്യജ്യോതിഷത്തെ ആശ്രയിക്കാറുണ്ടല്ലോ. അത് ഗുണപരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഒരു ന്യൂനത അതിനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു നക്ഷത്രത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കും അത് പറയുക. സ്വാഭാവികമായും അതിന്റെ ഫലപ്രാപ്തി കുറച്ച് കുറവ് തന്നെയായിരിക്കും. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഗ്രഹ ആരൂഢ ചക്രം നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ ഈശ്വരാനുഗ്രഹത്തിന്റെയും ഭാഗ്യാനുഗ്രഹത്തിന്റെയും നേർഫലമായിരിക്കും. ഇതിന്റെ പ്രവചനശക്തിയും മറ്റേതിനേക്കാളും മുകളിലുമായിരിക്കും. നവഗ്രഹങ്ങളെ സാക്ഷി നിർത്തി കണ്ണടച്ച് നിങ്ങൾ ഇതിൽ കാണുന്ന ഒരു കോളത്തിൽ തൊടുക. മൊബൈലിലാണ് തൊടുന്നതെങ്കിൽ അതുകൊണ്ട് വീഡിയോ ചിലപ്പോൾ പോസായി പോകും. പക്ഷെ അത് സാരമില്ല. നിങ്ങൾ തൊട്ടത് ഏത് ഗ്രഹത്തെയാണെന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കുക. പിന്നെ ഞാൻ പറയുന്ന ഫലത്തെയും കേൾക്കുക. ഒരു ദിവസം ഒരിക്കൽ മാത്രമേ ഇത് പരീക്ഷിക്കാവൂ. നിങ്ങൾ പരീക്ഷിക്കുന്ന ടൈമിന് തൊട്ട് മുന്നിലുള്ള സമയകാലം ഇതിന് ബാധകമല്ല. തൊട്ടതിന് ശേഷമുള്ള ദിവസ സമയത്തെ ഫലമാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതൊരു കുട്ടിക്കളിയായി ഒരിക്കലും എടുക്കരുത്. ഒരു ദിവസം ഒന്നിലധികം തവണ ഇത് നിങ്ങൾ പരീക്ഷിക്കുകയും അരുത്. അങ്ങനെ ചെയ്താൽ ഉള്ള ഭാഗ്യം കൂടി നഷ്ടമാകുന്നതായിരിക്കും. ഗുരുക്കന്മാരെയും ഈശ്വരനെയും നന്നായി പ്രാർത്ഥിച്ച് ദാ ഈ കാണുന്ന കളത്തിൽ തൊട്ടോളൂ. ഇനി ഏതാണ് ആ ഗ്രഹം എന്ന് മനസ്സിലോർത്തോളൂ. ഫലം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഒരു കളത്തിൽ തൊട്ടിട്ടുണ്ടാവും. അതിലുള്ള ഗ്രഹത്തെയും നിങ്ങളിപ്പോൾ മനസ്സിൽ കാണുന്നുണ്ടാവും. ആ ഗ്രഹം സൂര്യനാണെങ്കിൽ ഉള്ള ഫലത്തെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് രോഗഭയം ഉണ്ടായി വരും. പല കാര്യത്തിലും അലച്ചിലും നിർഭാഗ്യവും ഉണ്ടായി വരും. സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ആവശ്യമില്ലാത്ത കാര്യത്തിന്റെ പേരിൽ കലഹിക്കേണ്ടി വരും. ഇപ്പോ കൈ കിട്ടും എന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ട കാര്യം എന്തോ കാരണങ്ങളാൽ തടസ്സപ്പെടുന്നതായിരിക്കും. വീട്ടുകാരുമായി തർക്കമുണ്ടായി ചിലപ്പോൾ കുറച്ചു നേരത്തേക്ക് പുറത്തേക്ക് പോയെന്നും വന്നേക്കാം. ഇന്നത്തെ ദിവസത്തെ ഫലം ഇപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫലം നിങ്ങൾക്ക് അനുഭവേദ്യമാകാതിരിക്കാൻ ശിവഭഗവാനെ നന്നായി മനസ്സിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ ദിവസം ഒരു യാത്ര പുറപ്പെടാനുണ്ടെങ്കിൽ വളരെ അർജന്റാണെങ്കിൽ മാത്രം പുറപ്പെടുക. മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അപ്രകാരം തന്നെ ചെയ്യുക. ഒരുപക്ഷെ മാറ്റിവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഗണപതിക്ക് ഒരു നാളികേരമുടച്ച് ശിവഭഗവാനെ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ച് മാത്രം പുറപ്പെടുക. ഈ ദിവസത്തിന്റെ ഫലം അത്ര കണ്ട് ശുഭകരമല്ല എന്ന് നിങ്ങൾക്കിപ്പോ ബോധ്യമായി കാണുമല്ലോ. ഇത് നവഗ്രഹ ആരൂഢ ചക്രത്താൽ അച്ചട്ടായ കാര്യമാകുന്നു. ഇനി നിങ്ങൾ സങ്കല്പിച്ചത് ചന്ദ്രനാണെങ്കിൽ ഇന്ന് കാര്യപ്രാപ്തി തീർച്ചയായും സംഭവിക്കും. നിങ്ങളുടെ ബന്ധുമിത്രാദികളെ കാണാനും സന്തോഷകാര്യങ്ങൾ പങ്കിടുവാനും സാധിക്കുന്നതാണ്. ചില കൂട്ടുകാരുമായി ചേർന്ന് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഗൃഹാന്തരീക്ഷത്തിലുണ്ടായിരുന്ന പിണക്കങ്ങളും കലഹങ്ങളും ഒഴിവായി കിട്ടുന്നതിനും വളരെ ഗുണകരമാണ്. ചിലപ്പോൾ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് സമ്മാനങ്ങളും കിട്ടിയേക്കാം. തൊഴിലിൽ രാവിലെ സമയത്ത് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വൈകുന്നേരത്തോടു കൂടി ആ പ്രശ്നങ്ങളെ മറികടക്കാനും വിഷയങ്ങളെല്ലാം സോൾവാക്കി നിർത്താനും കഴിയുന്നതാണ്. ചന്ദ്രനെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ശിവഭഗവാനെയും പാർവതീദേവിയെയും
നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ ദിവസം നിങ്ങൾക്ക് മംഗളകരമാകട്ടെ. ഇനി നിങ്ങൾ തൊട്ടത് ചൊവ്വയെയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യമില്ലാത്ത കാര്യത്തിനാൽ ധനനഷ്ടം ഉണ്ടായി വരും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് കലഹമുണ്ടാകുവാനും വിലപ്പെട്ട ചില വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകുവാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ തൊഴിൽ മുതലാളി നിങ്ങളോട് കലഹിക്കുവാനും ഈ തൊഴിൽ തന്നെ വേണ്ടെന്ന് വയ്ക്കുവാനുള്ള തീരുമാനം നിങ്ങളിൽ ശക്തമാവുകയും ചെയ്യും. ഒരു കാരണവശാലും തൊഴിൽ വലിച്ചെറിയരുത്, അത് അബദ്ധമായി തീരും. പല കാര്യത്തിനായി നിങ്ങൾക്ക് ഇന്ന് യാത്ര പോകേണ്ടി വരും. പക്ഷേ 1-2 കാര്യങ്ങളിൽ തടസ്സമുണ്ടായിരിക്കും. അത് നമുക്ക് നാളെ ചെയ്യാം. പരീക്ഷാദികളിൽ വിജയക്കുറവുണ്ട്. ഭാഗ്യദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസി ഇലകൾ കൊണ്ട് ഭാഗ്യസൂക്തം ചെയ്യണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ നന്നായി പ്രാർത്ഥിക്കണം. അമ്മ മഹാമായയെ മനസ്സിൽ കരുതിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുക. നിങ്ങളിനി തൊട്ടത് ബുധനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദിവസം മംഗളകരമായിരിക്കും. വിദ്യാലബ്ധി നിങ്ങൾക്ക് കൈവരുന്നതാണ്. ബന്ധുക്കളിൽ നിന്ന് പ്രീതിജനകമായ സംഭാഷണങ്ങളും വാത്സല്യങ്ങളും ലഭ്യമാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി കൈവരിക്കാനാകും. ഇന്റർവ്യൂകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷാ നിർഭരമായ കഴിവ് കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നതാണ്. ആരെങ്കിലും ഇംപ്രസ് ചെയ്യിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു, അത് ഇന്ന് സാധിക്കുന്നതാണ്. ഇന്നത്തെ ദിവസം ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് മേൽക്കോയ്മ സംഭവിക്കുന്നതാണ്. പലയിടത്തും നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. ഈ ദിവസം നന്നായി വിദ്യാദേവതയെ ഭജിക്കുക. മൂകാംബികാദേവി, വനദുർഗാദേവിമാരെ നന്നായി പ്രാർത്ഥിക്കുക. അറിയുന്ന സരസ്വതി മന്ത്രങ്ങളും ജപിക്കുക. കാര്യം അനുകൂലമായി തന്നെ വരുന്നതാണ്. നിങ്ങളിനി തൊട്ടത് വ്യാഴത്തെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഈശ്വരാധീനമുണ്ട് എന്നതിൽ സംശയമേയില്ല. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ധനലാഭം ലഭ്യമാകുന്നതാണ്. മേലധികാരികളെ പ്രീണിപ്പിച്ച് ഭാഗ്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ആചാരനിഷ്ഠാക്രമത്തിലുള്ള കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. കുറെ കാലമായി നിങ്ങൾ മാറ്റിവച്ചിരുന്ന ചില കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാനും ഈ ദിവസം കഴിയുന്നതാണ്. മേന്മയേറിയ ഈ ദിവസത്തെ കർമ്മപുഷ്ടിക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ ശ്രമിക്കുക. തടസ്സങ്ങൾ മാറുവാൻ ഗണപതിയെ നന്നായി പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിലെ അരയാൽ പ്രദക്ഷിണം നിർബന്ധമായും ചെയ്യുക. ഭഗവാനെ മണിമുട്ടി പ്രാർത്ഥിക്കുക. എല്ലാ മംഗളങ്ങളും ഉണ്ടായി വരുന്നതാണ്. നിങ്ങൾ ഇനി തൊട്ടത് ശുക്രനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രണയ സാഫല്യം ഉണ്ടായി വരുന്നതാണ്. വിവാഹ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് മംഗളകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഈ ദിവസം കിട്ടുക. തൊഴിലിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ധനം, ആഭരണം മുതലായവ ലഭ്യമാകുന്ന ദിവസമാണ്. സ്ത്രീകളെ വശീകരിക്കാനും സ്ത്രീകളുടെ ഇഷ്ടം പിടിച്ചുപറ്റുവാനും നിങ്ങളുടെ ഉദ്യമത്തിന്റെ പുരോഗതിക്കും ഈ ദിവസം ഗുണകരമാകുന്നു. പുതിയ വാഹനങ്ങൾ, സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ മുതലായവ ഈ ദിവസം നിങ്ങൾക്ക് പുരോഗതി ലഭ്യമാകുന്ന കാര്യങ്ങളാകുന്നു. ഇനി ഈ ദിവസം മംഗളകരമായിട്ട് മാറുവാൻ ദേവീക്ഷേത്ര ദർശനം നടത്തുകയും വെടിവഴിപാടുള്ള ക്ഷേത്രമാണെങ്കിൽ നിർബന്ധമായും വെടിവഴിപാട് നടത്തുകയും ചെയ്യുക. നാരങ്ങ വിളക്ക്, നാരങ്ങാമാല മുതലായവ നൽകി ഭഗവതിയെ പ്രീതിപ്പെടുത്തുക. ഇനി നിങ്ങൾ തൊട്ടത് ശനിയെയാണെങ്കിൽ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളിലും ഈ ദിവസം തടസ്സമുണ്ടായി വരുന്നതാണ്. നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിനുമേൽ വിവാദങ്ങൾ ഉണ്ടായി വരാനും സാധ്യതയുണ്ട്. ചില തർക്കങ്ങളിൽ ഇടപെട്ട് മനഃശാന്തി നഷ്ടപ്പെട്ടു പോകാനും ഒരു ചെറിയ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച് വലിയ അലച്ചിൽ വന്നു കൂടുവാനും സാധ്യതയുണ്ട്. ചിലപ്പോ കൃത്യസമയത്ത് ഭക്ഷണം പോലും കിട്ടിയില്ല എന്നും വന്നേക്കാം. ലഹരിക്ക് അടിമപ്പെട്ട ചില വ്യക്തികളുമായി ആവശ്യമില്ലാത്ത സംസാരത്തിനും തൊഴിൽ മേഖലയിൽ തൃപ്തിക്കുറവിനും സാധ്യതയുണ്ട്. വൈകുന്നേര സമയമാകുമ്പോഴേക്കും ദോഷഫലത്തിന്റെ കാഠിന്യം കുറയുമെങ്കിലും മനസ്സിന് ഒരു അസന്തുഷ്ടിയുണ്ടായിരിക്കും. ഈ ദിവസം ലഹരി വസ്തുക്കളിലേക്ക് നമ്മുടെ മനസ്സ് അടുക്കുന്നതാണ്. ഇതിൽ പെട്ടുപോകാതിരിക്കാൻ നല്ല ജാഗ്രത പുലർത്തിയേ തീരൂ. ഈ ദിവസത്തെ ദോഷങ്ങൾ മാറുവാനും ജീവിതം കൂടുതൽ ഗുണകരമാകുവാനും ശാസ്താക്ഷേത്ര ദർശനം ഗുണകരമാകുന്നതാണ്. ഭഗവാന് നീലപ്പട്ട് സമർപ്പിക്കുകയും നീരാജനം തെളിയിക്കുകയും ഉത്തമമായ മാർഗമാണ്. ഇനി നിങ്ങൾ തൊട്ടത് രാഹുവിനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാൽ കാട് പിടിച്ച സ്ഥലത്തേക്ക് ഈ ദിവസം പോയേക്കരുത്.
സർപ്പഭയം ഉണ്ടായി വരുന്നതാണ്. ബന്ധുജനങ്ങൾക്കിടയിൽ നിന്നോ സുഹൃത്ത് ജനങ്ങൾക്കിടയിൽ നിന്നോ അയൽവാസികൾക്കിടയിൽ നിന്നോ മരണഭയം, രോഗത്തെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ മുതലായവ കേൾക്കുന്നതാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷവസ്തുക്കൾ കലരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡ് പോയിസൺ ഉണ്ടാകാതിരിക്കാനും ജാഗ്രത കൊടുക്കേണ്ടതാണ്. പഴുതാര, തേനീച്ച മുതലായവയുടെ ആക്രമണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ദിവസം ദോഷങ്ങൾ ഒഴിഞ്ഞ് ഗുണപരമായി മാറുന്നതിന് ശിവനെ നന്നായി പ്രാർത്ഥിക്കുക. ഓം നമഃശിവായ മന്ത്രം 108 തവണ ജപിക്കുക. ഓം നമഃശിവായ മന്ത്രം ജപിച്ച് ഇളം ചൂട് പാല് കുടിക്കുക. നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക. ഇനി നിങ്ങൾ തൊട്ടത് കേതുവിനെയാണെങ്കിൽ ആയുധങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക. വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന കറിക്കത്തി മുതലായ സാധാരണ ആയുധങ്ങളിൽ നിന്നുപോലും മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ട്. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. വാഹനങ്ങളിൽ നിന്നുള്ള വീഴ്ച, ചെറിയ ആക്സിഡന്റ് മുതലായവയ്ക്ക് സാധ്യതയുണ്ട്. പല കൂട്ടുകാരിൽ നിന്നും അവമതിപ്പുണ്ടാകുന്ന പെരുമാറ്റം ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. ഷെയർ മാർക്കറ്റ് അതുപോലുള്ള ചൂതാട്ടങ്ങൾ, അവയിൽ നിന്നെല്ലാം നഷ്ടമുണ്ടായി വരാം. ഈ ദിവസം ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ടതില്ല, നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൈകാലുകൾ ശ്രദ്ധിക്കണം, കാരണം വീഴ്ച, അപകടങ്ങൾ മുതലായവ ഉണ്ടാകാം. ഈ ദിവസത്തെ ദോഷങ്ങൾ മാറുവാൻ വേണ്ടിയിട്ട് ഭദ്രകാളിയെ നന്നായി പ്രാർത്ഥിക്കുക. ഭദ്രകാളി ദേവിയുടെ കയ്യിലിരിക്കുന്ന ഖഡ്ഗത്തെ നന്നായിട്ട് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ സിന്ദൂരം സമർപ്പിക്കുക, രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഈ ദിവസത്തെ യാത്രകൾ ശ്രദ്ധാപൂർവമായിരിക്കണം. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ സൂക്ഷിക്കണം. ശത്രു സംഹാര പുഷ്പാഞ്ജലി ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലോ ദുർഗാദേവി ക്ഷേത്രത്തിലോ നടത്തേണ്ടതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ആരൂഢ ചക്രം വളരെ ഗൗരവതരമായിട്ടുള്ളൊരു ചക്രമാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ വളരെ കൃത്യവും വസ്തുനിഷ്ഠവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രാർത്ഥനാപൂർവം മാത്രം സ്മരിക്കുക. ഇത് ആവശ്യമുള്ള കാലയളവിൽ മാത്രം ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ദിവസത്തിൽ ദോഷങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കൃത്യമായ വഴിപാടുകൾ ചെയ്ത് ദോഷത്തെ കുറയ്ക്കുകയും, നിങ്ങൾ തുടർച്ചയായി ഈ ചക്രം പരിശോധിച്ചപ്പോൾ ദോഷങ്ങളെ മാത്രം കാണുകയാണെങ്കിൽ വിദഗ്ധനായ ഒരു ജ്യോതിഷനെ സമീപിച്ച് നിങ്ങളുടെ കാലദോഷത്തെ വ്യക്തമായി മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്തു പോകേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമായിരിക്കും ഈ ചാനൽ മുന്നോട്ട് വളരുന്നത്. താന്ത്രിക മാന്ത്രിക മേഖലയിലെ നിങ്ങൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത സത്യസന്ധമായതും നിഗൂഢമായതുമായ ഒട്ടേറെ മേഖലകളെ പരിചയപ്പെടുത്താനുമുള്ള കഴിവ് ഈശ്വര കടാക്ഷത്താൽ എനിക്കുണ്ട്. പഴയ താളിയോല കെട്ടുകളിലെ സമ്പ്രദായം പിന്തുടരുന്ന ഒരു മനയിലെ പിൻതലമുറക്കാരി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് അറിവിന്റെ ഒരു ഭണ്ഡാരം തന്നെ സമ്മാനിക്കുന്നതാണ്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. വീണ്ടും കാണും വരെ ഏവർക്കും നമസ്കാരം.